അന്വേഷണം ഇപ്പോൾ എന്തവസ്ഥയിലാവും അവസാനം? കട്ടവരെല്ലാം എങ്ങും എത്തില്ല. ഞാൻ ഈ അന്വേഷണം ലോജിക്കലായിട്ട് കൺക്ലൂഡ് ചെയ്യാനുള്ളൊരു ഫോർമുല പറയാം. ഈ വിജയമല്ല സ്വർണം പൂശി എന്ന് പറയുന്നില്ലേ, അത് കള്ളമായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുക. അതെന്തോ പിച്ചള പൂശി നടത്തിയതാണ് മഞ്ഞ കളറിൽ. വിജയമല്ല പറ്റിച്ചു, ജോഷി ചതിച്ചാശാനെ എന്ന് പറയുന്ന പോലെ വിജയമല്ല ചതിച്ചു. അതുകൊണ്ട് വിജയമല്ലയുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക. വിജയമല്ല ഇംഗ്ലണ്ടിലാണ്, 9,000 കോടി രൂപയുടെ തിരിമറിക്കാണ് ഇംഗ്ലണ്ടിലെ ആൾ. ഇന്ത്യയിൽ കാലുകുത്തി അറസ്റ്റ് ചെയ്യും. അപ്പോൾ 9,000 കോടി രൂപ, ഇവിടുത്തെ ഒരു 100 കോടി രൂപയുടെ അഴിമതിയും കൂടെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താ 9,100 മല്ലയ്യോട് പറയുക, ചേട്ടാ വേറെ നിവൃത്തിയില്ല, ചേട്ടൻ്റെ തലയിൽ വയ്ക്കുകയാണ്, വെച്ചോടാ 9,000 ഞാൻ നിൽക്കുന്നു, 100 കൂടെ. ഇങ്ങനെ പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിക്കുക, വേറെ മാർഗ്ഗമില്ല. കാരണം എൻ വാസു, പത്മകുമാർ ഇവരൊക്കെ ഹൈക്കോടതിയിൽ ആർഗ്യൂ ചെയ്തതാണ് ഇത് ചെമ്പ് തന്നെയായിരുന്നു. അല്ല 98, 99 കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ അല്ല 98, 99 കോടതിയിലാണ്, രണ്ടിലൊന്ന് പറ. അല്ല ആ കാലഘട്ടത്തിൽ, കാലഘട്ടം പറയൂ, ഡേറ്റ് പറയൂ. സ്വർണം പൂശി, സ്വർണം പൊതിഞ്ഞു. അന്ന് കട്ടളപ്പാളി പൊതിഞ്ഞിരുന്നോ? അതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്ന് കാണട്ടെ. കട്ടളപ്പാളിക്ക് എത്ര സ്വർണം ഉപയോഗിച്ചു, ദ്വാരപാലകപ്പാളിക്ക് എത്ര സ്വർണം ഉപയോഗിച്ചു. അല്ല അത് വിജയമല്ലയുടെ കത്തുണ്ട്. വിജയമല്ലയുടെ കത്തല്ലേ? ദേവസ്വം റെക്കോർഡ് എവിടെ? ദേവസ്വത്തിൽ ഇത്രയും സ്വർണം ഇന്ന സ്ഥലത്ത് പൂശിയതായി വരവ് വെച്ച് ചെയ്ത് 24 ക്യാരറ്റ് അല്ലെ 22 ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് തിരുവാഭരണ രജിസ്റ്ററിൽ വരണ്ടേ? എവിടെയാണ് സാധനം? അതില്ല. ഇത് ജാമ്യാപേക്ഷയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ജാമ്യാപേക്ഷ വായിച്ച് നോക്കുക. ദേ ഡോണ്ട് ഹാവ് എ റെക്കോർഡ്. അവർ സാക്ഷിയെ ഹാജരാക്കിയ സൈറ്റി 5 or 6 സാക്ഷികളുടെ മൊഴി. സത്യത്തിൽ ബദറുദ്ദീൻ അന്ന് വാസുവിന് ജാമ്യം കൊടുക്കേണ്ടത്, വാസുവിനും മുരാരി ബാബുവിനൊക്കെ. അദ്ദേഹം ട്രയൽ കോർട്ടിൽ നിന്ന് വന്ന ആളാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പുള്ളി ശരിക്കറിയാം. പുള്ളി എന്നിട്ടും ജാമ്യം തള്ളി. ഈ ദൃക്സാക്ഷികളുടെ മൊഴി വിശ്വസിച്ച്. സ്വർണം പൂശുന്നതിന് ദൃക്സാക്ഷി മൊഴി എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇയാൾ അവിടെ പോയി വായി നോക്കി നിന്നു. ഇതല്ലേ? അല്ലാതെ ഇത് പൂശുന്നത് സ്വർണ്ണമാണെന്നോ പൊതിയുന്നത് സ്വർണ്ണമാണെന്നോ ഈ തകിട് എത്ര ക്യാരറ്റ് ഉണ്ടെന്നോ എന്ത് വെയിറ്റ് ഉണ്ടെന്നോ വല്ലതും ഈ വായി നോക്കിക്കറിയാമോ? ഞാനവിടെ ഉണ്ടായിരുന്നു സന്നിധാനത്ത്. ഇങ്ങനെ നേരം ഈ തട്ടാമാരിൽ പണി ചെയ്യുന്നു, ചെറിയ സ്വർണത്തിൻ്റെ സൂചിയൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട്. ഇതാണ് ദൃക്സാക്ഷി. ഇയാൾ പറഞ്ഞ് വിശ്വസിച്ച് വാസു ട്രയൽ വന്നു കഴിയുമ്പോൾ വാസുവും പത്മകുമാറും ഒക്കെ ഇത് വാദിക്കും. ദർ ഈസ് നോ ടാഞ്ചിബിൾ റെക്കോർഡ്. പക്ഷേ അങ്ങനെ ഒരു റെക്കോർഡില്ലേ? ഉണ്ടായിരുന്നു. അത് പണ്ടേ നശിപ്പിക്കും.